ഓക്കെ, ഇനി കോളനി എന്ന സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോളനി സിനിമ എന്ന് പറയുമ്പോൾ ഓഡിറ്റേഴ്സിന് ശേഷം എനിക്ക് അത്യാവശ്യം വേറൊരു സബ്ജക്റ്റ് കുറച്ചും കൂടി അപ്ഡേഷൻ കൊടുത്ത് ക്യാമറയൊക്കെ നല്ല ക്വാളിറ്റിയിലും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരെ വെച്ചിട്ട് എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ആയിരുന്നു. കാര്യം സ്റ്റെപ്പ് ആയിട്ട് കയറി വരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പലരും പറഞ്ഞു ഏതെങ്കിലും നല്ല സെലിബ്രിറ്റിയെ പിടിച്ച് ഏകദേശം നല്ലൊരു ബിഗ് ബഡ്ജറ്റിൽ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കമലൊന്നും അല്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഓഫീസായിട്ട് അഭിനയിക്കാൻ വരുന്ന ആൾക്കാരും മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ വല്ല പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ മുടക്കി നമ്മളൊരു സിനിമ നിർമ്മിച്ചാൽ അത് ഏതെങ്കിലും കാരണവശാലൊന്ന് ഫ്ലോപ്പായി പോയാൽ, എൻ്റെ ഡയറക്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ ആർട്ടിസ്റ്റിലോ ഒന്ന് പാളിപ്പോയാൽ ലാസ്റ്റ് ആത്മഹത്യയല്ല വേറൊരു ഗതിയും കാണത്തില്ല. കാര്യം നമ്മളൊക്കെ പഞ്ചായത്ത് വീട്ടിൽ നിലത്തിൽ കിടക്കുന്ന ആൾക്കാരാണ്. അതിൽ കിടന്നുകൊണ്ടാണ് നമ്മളെ ഉപജീവന മാർഗം ജോലി ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ കുടുംബം കഴിഞ്ഞ് അതിനകത്തുനിന്ന് ഓഹരി എടുത്ത് നമ്മൾ ഷൂട്ടിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ ആദ്യം ഒരു സിനിമ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം 200 ഈ 14 ജില്ലയിലുള്ള ഒരുപാട് മെമ്പേഴ്സിനെ എനിക്ക് അവസരം കൊടുക്കാൻ പറ്റി. പക്ഷെ അവരൊന്നും ഷെയർ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാര്യം ഒരുപാട് സെലിബ്രിറ്റീസിന് ഇട്ട് കൊടുത്തപ്പോൾ അവരൊക്കെ മൂവി ഇറങ്ങിയതായിട്ട് അനൗൺസ് ചെയ്തു. അവസാനം ഏറ്റവും വലിയൊരു വിഷമഘട്ടം വന്നെന്ന് പറയുമ്പോഴത്തേക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് പിടിച്ച ആൾക്കാർ നമ്മുടെ ആർട്ടിസ്റ്റുകൾ തന്നെ, പ്രത്യേകിച്ച് മോളിജിയുടെ കൂടെ അല്ലെങ്കിൽ ഷാജിയുടെ കൂടെ ഒന്നൊരു ഫോട്ടോ പോലും എടുത്തിട്ടില്ലാത്ത ടീമിനെ അവരുടെ കൂടെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചു. ഏകദേശം 1 മണിക്കൂറോളം സ്ക്രീനകത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനം അവർ തന്നെ നമ്മുടെ ഒരു കാര്യം പറഞ്ഞു, ഡയറക്റ്റ് പറഞ്ഞ കാര്യം, കോളനി സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ബ്ലൂഫിലും എല്ലാം പിടിച്ചിട്ടുണ്ട്. സന്തോഷ് പാണ്ഡിറ്റും പടം പിടിക്കുന്നുണ്ട്. പക്ഷേ ജാസി ഗിഫ്റ്റ് 2 പാട്ട് പാടിയിട്ടുണ്ട്, പ്രസീത ചാലക്കുടി പാടിയിട്ടുണ്ട്, കലാഭവൻ പത്മജ് പാടിയിട്ടുണ്ട്. അങ്ങനെ പ്രശസ്തമായ ആൾക്കാർ ഷൈൻ ഡാനിയലൊക്കെ പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാഷാണ ഷാജി, മോളി ചേച്ചി, രാജാ സാഹിബ്, കോബ്ര രാജേഷ്, അങ്ങനെ ഒരുപാട് ഇവരെ കൈപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും സെലിബ്രേറ്റ് കൊണ്ടുവന്നത്. അത്രയും കടം നമ്മൾ വരുത്തി വെച്ചത്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിന് എൻ്റെ ഡയറക്ഷൻ പാളിപ്പോയാലും അവരുടെയൊക്കെ ആക്ടിങ് ഉണ്ടെങ്കിൽ ഒരുവിധം പിടിച്ചിരിക്കാം. പ്രത്യേകിച്ച് ഈ സിനിമയെ മോഹിച്ച് വരുന്ന ആൾക്കാർ ഇവരുടെ കൂടെ നമുക്ക് ആക്ടിങ് ചെയ്യാമല്ലോ. അതായത് മോളി ചേച്ചിയുടെ കൂടെയൊക്കെ ആക്ട് ചെയ്യുമ്പോൾ ഈ ന്യൂഫേസിന് ഉണ്ടാകുന്ന ഒരു സന്തോഷം. നിങ്ങൾ ആരുടെ കൂടെയാണ് ഈ പടം ചെയ്തത്? അത് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തികളൊക്കെ അവരുടെ പേര് പറഞ്ഞു. പക്ഷേ ഇത് അവർക്ക് എടുത്ത് പറയാൻ കുറച്ച് നല്ല താരങ്ങളുണ്ട് അതിനകത്ത്. ബൈജു പ്രസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അഷ്റഫ് ഗുരുക്കളൊക്കെയാണ് സ്റ്റണ്ട് മാസ്റ്ററായിട്ട് അതിനകത്തൊന്ന് നല്ലൊരു സ്റ്റണ്ട് ചെയ്തേക്കുന്നത്. അപ്പം ഒരു വിധത്തിൽ എനിക്ക് ആശ്വാസമാണ്. കാര്യം ഈ 2 വർഷം കൊണ്ട് ഒരുപാട് അനുഭവിച്ചു. കാര്യം പട്ടിണി കിടന്നും